ഇനി ഒരു പള്ളിയും പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു രഥയാത്രയും നടത്തേണ്ടതില്ല. നിങ്ങൾക്കിനി ഒരു മസ്ജിദിന്റെയും ക്ലെയിം ഉന്നയിക്കാൻ ശിവലിംഗം തപ്പി പോകേണ്ടതില്ല. നിങ്ങൾ പറയുന്ന ഒരു കളക്ടർ, ഒരു ഡെപ്യൂട്ടി കളക്ടർ ആ സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം ഇത് പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അത്രമേൽ ദുർബലമാക്കിയിരിക്കുന്നു വഖഫിന്റെ ട്രിബ്യൂണലിനെ. ബില്ല് കൊണ്ടുവന്നറിയാമോ സുജിയ? ഞാൻ പറയാം. ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് 1000 പേരെ കാണാനില്ല. എവിടെ കാണാനില്ലാത്തത്? ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ 1000 പേരുടെ ലിസ്റ്റ് എവിടെ? കുടുംബാംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു ഉത്തരത്തിന് പകരം ഇതാ വഖഫ് ബിൽ, ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു. ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് കാണാതായ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലായത്. ആദ്യം ആ ബില്ല് കൊണ്ടുപോവാ. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറുമ്പോൾ ആ പ്രദേശങ്ങൾ എത്ര കവർന്നെടുത്തു? അല്ലല്ല, ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാ സുജിയ. ഇനി 44 ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ. എത്ര അംഗീകരിച്ചു? JPC ജഗദംബിക പാൽ പറയൂ. 44 ഭേദഗതികൾ. ആകെ എത്ര ഭേദഗതികൾ അംഗീകരിച്ചത്? 14 ഭേദഗതികൾ. 14 ഭേദഗതികളും കൊണ്ടുവന്നത് ആരാ സുജയ? ഭരണപക്ഷം. പ്രതിപക്ഷം കൊണ്ടുവന്ന 44 ഒരെണ്ണം അംഗീകരിച്ചു സുജയ. ഈസ് ഇറ്റ് എ ഡെമോക്രാറ്റിക് വേ? ഇത് ജനാധിപത്യ രീതിയാണോ? വോട്ടിലിട്ടാണ് അതൊക്കെ തീരുമാനിക്കുക. ഇനി ഞാൻ എന്റെ വാദത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി കൂടുന്ന സമയത്ത് ഡിസംബർ 6-ാം തീയതി 1949 രാജേന്ദ്ര പ്രസാദ് ഒഴിഞ്ഞുകിടക്കുന്ന മുസ്ലിം ലീഗിന്റെ അംഗങ്ങളെ നോക്കിയിട്ട്, അവിടെ ആ കസേരകളെ നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ആ വാക്കുകളിലുണ്ട് എന്നാണ്. എന്താ പറയുന്നത് അറിയാമോ? അവർ മൈനോറിറ്റിയാണ്, അവർ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് പക്ഷെ അവരുടെ അസാന്നിധ്യം നമുക്കൊരു വലിയ ഉത്തരവാദിത്വമായി മാറുന്നു. എന്താണ്? അവരുടെ അസാന്നിധ്യത്തിലും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമായി മാറുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ വാക്കുകൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ നിർവചിക്കുന്നത്? മൈനോറിറ്റിയുടെ അവകാശങ്ങൾ ഒരു ഭൂരിപക്ഷം സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണത് ജനാധിപത്യം സുന്ദരമായി തീരുന്നത് എന്നുള്ളതാണ്. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ലംഘിക്കുന്നു. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ഈ വഖഫ് ബില്ലിന്റെ പ്രധാനപ്പെട്ട ചില പ്രൊവിഷൻസ്, അതിന്റെ ഭേദഗതികൾ ലംഘിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. എവിടെ വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 14. എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് പറഞ്ഞാൽ എന്താ സുജിയ? നേരത്തെ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഒരു ദേവസ്വം ബോർഡ് മെമ്പറെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകളെല്ലാം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നിയമസഭകളാണ്. ആ നിയമസഭയിലെ അംഗമാണ്. നിയമസഭയിലെ ഏതംഗമാണ് തിരഞ്ഞെടുക്കുന്നത്? ഹിന്ദു അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ അഹിന്ദുക്കളായിട്ടുള്ള MLA-മാർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് മെമ്പറെ തീരുമാനിക്കാനുള്ള ഒരു വോട്ടിടാനുള്ള അവകാശം കൊടുക്കാത്തത്? അത് മതപരമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ അവകാശമാണ്. അത് ഹിന്ദു വിഭാഗം അവരുടെ അവകാശമായി കണക്കാക്കുന്നു. അംഗീകരിക്കുന്നയാളാണ്. കാരണം അത് ആ വിശ്വാസികളെ സംബന്ധിച്ചൊരു അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ വൈഷ്ണോദേവി ടെമ്പിളിന്റെ ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ഹിന്ദു അല്ലെങ്കിൽ പകരം മറ്റൊരാളെ തീരുമാനിക്കാമെന്ന് 1988 ആക്ട് പറയുന്നു. അതും ഞാൻ അംഗീകരിക്കുന്നതാണ്. കാര്യം അത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം പ്രോപ്പർട്ടി, ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രം അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? വേണ്ടി വന്നാൽ 4 മുസ്ലിങ്ങളെ വരെ ഈ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും ഉൾപ്പെടുത്താൻ സാധിക്കും. എങ്ങനെ? 2 നോൺ മുസ്ലിങ്ങൾ നിർബന്ധമായി ഉണ്ടാവണം. കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വേണമെങ്കിൽ ഒരു നോൺ മുസ്ലിമിനെ കൊണ്ടുവരാം. ഇതിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ കേസുകൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് ഏതാ? ഹൈക്കോടതി സുജയ, ഉത്തർപ്രദേശ്. എന്താ വഖഫ് ബോർഡിലേക്ക് ആരാ തീരുമാനിക്കുന്നത്? ആരെയാ തീരുമാനിക്കുന്നത്? വഖഫ് ബോർഡിൽ അംഗങ്ങളെ തീരുമാനിക്കുന്നത് സർക്കാരാ. ആ വഖഫ് ബോർഡിലെ സർക്കാരാണല്ലോ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമുള്ള സർക്കാരല്ലേ തീരുമാനിക്കുക. അപ്പോൾ വഖഫ് ബോർഡിൽ ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഇനി വേറെ തേടി പോവേണ്ടതുണ്ടോ? സോ ദാറ്റ് ഇസ് മൈ ഫൈനൽ ടേക്ക്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന തിടുക്കം, ജഗദംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തിടുക്കപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ഡിവിസീവായിട്ടുള്ള അജണ്ടയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പാർലമെന്റിനെയും നിയമത്തെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ മറികടക്കാനും അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഒരു രഥയാത്രയുടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഏത് അവകാശവും ന്യൂനപക്ഷാവകാശവും കവർന്നെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രാജേന്ദ്ര പ്രസാദ് അതിന്റെ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ ചിന്തയെക്കുറിച്ച്, അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ചർച്ചയിലേക്ക്.